adjacent angles of a parallelogram are in the ratio 5:7. Then find all the angles of the parallelogram എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു പാരലോഗ്രാമിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡ്സ് 5:7 എന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് ആംഗിൾസ് എന്താണ്? സപ്ലിമെന്ററി ആണ്. സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ആ ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് 5:7 എന്ന റേഷ്യോയിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആണല്ലോ. അപ്പൊ കോമൺ റേഷ്യോ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പാരലോഗ്രാം എ ബി സി ഡി എന്ന് പേര് കൊടുക്കുക. അപ്പം കോമൺ റേഷ്യോ എക്സ് ആണെങ്കിൽ രണ്ട് അഡ്ജസന്റ് ആംഗിൾസ് എ ബി എന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ ഒരാംഗിൾ 5x ഒരാംഗിൾ എന്തായിരിക്കും? 7x ആയിരിക്കും. അപ്പൊ നമുക്കറിയാം അഡ്ജസന്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയതുകൊണ്ട് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 180 ആണെന്ന് നമുക്കറിയാലോ. അറിയാം. ഓക്കെ, അപ്പൊ 5x പ്ലസ് 7x എന്തായിരിക്കും? 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 12x is equal to 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x is equal to 180 divided by 12. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 15 ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പൊ x is equal to 15. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയാണ്? 5x ആണ്. അതായത് 5 into 15 ആണ്. അതായത് 75 വരും. ആംഗിൾ ബി എന്ത് വരും? 7x എന്ന് പറയുമ്പോൾ 7 into 15 അതായത് എത്ര? 105 ആയിരിക്കും വരുന്നത്. അപ്പൊ ആംഗിൾ എ എന്ത് വന്നു? ആംഗിൾ എ 75 എന്ന് വന്നു. ആംഗിൾ ബി എന്തെന്ന് വന്നു? 105 എന്ന് വന്നു. നമുക്കറിയാം ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി 105 ആംഗിൾ സി 75 ആണ്. അപ്പൊ എല്ലാ ആംഗിൾസും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം.